നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്റെ കല്യാണം കഴിഞ്ഞതല്ലേ? സുധേട്ടനല്ലേ എന്റെ ഭർത്താവ്? മോളെ, അവനിപ്പോ ഇല്ലല്ലോ. നിനക്കൊരു ജീവിതം വേണ്ടേ? ഒരു ദിവസം പോലും ജീവിച്ചു തുടങ്ങാത്ത നീ ഇങ്ങനെ ആയുഷ്കാലം. എന്താ അമ്മ, നിങ്ങൾക്കൊക്കെ ഇത്ര വേഗം എന്നെ മടുത്തല്ലേ? അങ്ങനൊന്നും പറയില്ലേ മോളെ. നീ ഇന്നും ഞങ്ങളുടെ പൊന്നു മോള. എങ്കിൽ ആ പൊന്നു മോളായിട്ട് തന്നെ ഞാനിവിടെ ജീവിച്ചോളാം. ജീവിച്ചോളാം അമ്മ. ഈ വീട്ടില് എന്റെ സുധിയേട്ടന്റെ ശ്വാസമുണ്ട്, സുധിയേട്ടന്റെ ഗന്ധമുണ്ട്. എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ, എന്നെ പൊതിഞ്ഞു പിടിക്കാൻ സുധിയേട്ടൻ തന്ന നല്ല കുറെ ഓർമ്മകളുണ്ട്. എന്റെ മരണം വരെ ഞാൻ സുധിയേട്ടന്റെ ഭാര്യ. മോളെ, മറ്റൊന്നും എന്നോട് പറയരുത്, മറ്റൊന്നിനും എന്നെ നിർബന്ധിക്കുകയും ചെയ്യരുത്. എന്തിനാ ഇവിടെ നിർത്തിയത്? ഇറങ്ങ്, പറയാം. എന്താ ശരത്തേട്ടാ? നമുക്ക് രജിസ്റ്റർ മാരേജ് ചെയ്താലോ? അതാവുമ്പോ വേറെ പ്രോബ്ലം ഒന്നുമില്ല. എന്തിനാ ഇപ്പൊ രജിസ്റ്റർ മാരേജ്? കല്യാണം കഴിക്കുന്നതിന് നമ്മുടെ വീട്ടുകാർക്ക് എതിർപ്പൊന്നുമില്ലല്ലോ. പിന്നെന്താ പ്രശ്നം? എല്ലാവരും സമ്മതിച്ചതല്ലേ. ഇപ്പൊ എന്താ ഇങ്ങനെ തോന്നാൻ? തന്റെ ഏട്ടത്തി പറയുന്ന ഇപ്പോഴും അച്ഛനും അമ്മയ്ക്കും വിശ്വാസം. ഞാൻ പറഞ്ഞൊന്നും സത്യമാണെന്ന് അവരിപ്പോഴും വിശ്വസിച്ചിട്ടില്ല. ശരത്തേട്ടൻ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? വീട്ടുകാരെ വിളിച്ചോണ്ട് വന്നാ പോരെ. കാര്യം പറഞ്ഞ ശരത്തേട്ടന്റെ അച്ഛനും അമ്മയ്ക്കും മനസ്സിലാവില്ലേ? അവരോട് സംസാരിച്ച അവർക്ക് സമ്മതാവില്ലേ? അവര് സമ്മതിക്കും, എനിക്കതിൽ സംശയമൊന്നുമില്ല. അപ്പൊ പിന്നെ കഴിഞ്ഞില്ലേ? ഏട്ടത്തി എന്തൊക്കെ പറഞ്ഞാലും അതൊക്കെ പൊളിച്ചെടുക്കാൻ നമുക്ക് അതുകൊണ്ട് കഴിയില്ലേ? ശരത്തേട്ടന്റെ അച്ഛനും അമ്മയും എന്റെ അച്ഛനും അമ്മയും മുത്തശ്ശിയും കൂടി കാര്യങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാ പിന്നെ ഏട്ടത്തിക്ക് എങ്ങനെ തടയാൻ പറ്റും? നീ പറയുന്നത് ശരിയാ, പക്ഷേ ഞാൻ ഇതുവരെ എന്റെ അച്ഛനും അമ്മയോടും ഈ കാര്യം പറഞ്ഞിട്ടില്ല. പെട്ടെന്ന് ചെന്ന് അവരോട് ഇങ്ങനൊരു കാര്യം പറയുമ്പോ അവരെന്ത് കരുതും? അവരെന്ത് കരുതാൻ? ശരത്തേട്ടൻ കല്യാണപ്രായ ഒരു ചെറുപ്പക്കാരനല്ലേ. സ്വന്തമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയെ കുറിച്ച് അച്ഛനോടും അമ്മയോടും പറയാൻ ഇത്ര മടിയെന്തിനാ? മടിയുണ്ടായിട്ടല്ല, എന്നാലും രജിസ്റ്റർ മാരേജ് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ അവർക്ക് നമ്മളെ തള്ളി പറയാൻ പറ്റില്ല. അതിനാരാ തള്ളി പറയുന്നത്? എന്റെ അച്ഛനും അമ്മയ്ക്കും പൂർണ്ണ സമ്മതോ. മുത്തശ്ശിക്കാണെങ്കിൽ വലിയ ഇഷ്ടോ. ശരത്തേട്ടന്റെ വീട്ടിലെ കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇനി അഥവാ എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ തന്നെ ശരത്തേട്ടൻ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യണം. എന്താ, അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ലേ? ഞാനിപ്പോ ഇക്കാര്യം വീട്ടിൽ ചെന്ന് പറഞ്ഞാല് അവരാദ്യം ജാതകം നോക്കണമെന്ന് പറയും. ഏതെങ്കിലും ജോത്സ്യന്റെ അടുത്ത് പോകും. കഷ്ടകാലത്തിന് ആ ജോത്സ്യന് എന്തെങ്കിലും മുടക്കം പറഞ്ഞ അതോടെ തീരും. അച്ഛനും അമ്മയ്ക്കും ഒക്കെ ജാതകത്തിലും ഗ്രഹനിലയിലും വിശ്വാസമുള്ളവരാണ്. സുധി സാറിന്റെ കാര്യം അറിയാമല്ലോ, അതാ എനിക്കൊരു പേടി. അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ജാതകത്തിലുണ്ടെങ്കിൽ ജാതകം ചേരില്ലെന്നോ മറ്റോ അവരോട് പറഞ്ഞാൽ പിന്നെ അവരൊരിക്കലും ഇതിന് സമ്മതിക്കില്ല. അതുകൊണ്ടാണ് രജിസ്റ്റർ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. ശരത്തേട്ടൻ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചത്? ഞാനൊരു മണ്ടിയാണെന്ന് കരുതിയോ? ഈ കാര്യം ഞാൻ മുൻകൂട്ടി കണ്ടതാ. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്തു.
മേപ്പള്ളിയിലെ ജ്യോത്സ്യൻ ദത്തൻ തിരുമേനിയുടെ അടുത്ത് പോയി രഹസ്യമായി നമ്മുടെ ഗ്രഹനില 2 നോക്കിച്ചു. ഒരു കുഴപ്പമില്ല, 10ൽ 10 പൊരുത്തവും ഉണ്ട്. ഈ ജാതകങ്ങൾ തമ്മിൽ ചേർന്ന അത് ഏറ്റവും ഉത്തമമാണെന്നാ തിരുമേനി തന്നെ പറഞ്ഞത്. അതുകൊണ്ട് ജാതകങ്ങൾ തമ്മിൽ ചേരില്ല എന്നുള്ള പേടിയേ വേണ്ട. എനിക്കങ്ങനെ പേടിയൊന്നുമില്ല. നമ്മുടെ ജാതകങ്ങൾ തമ്മിൽ ചേരുമെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. പക്ഷേ എനിക്ക് രജിസ്റ്റർ മാരേജ് ചെയ്യുന്നതിനോട് വലിയ ഇഷ്ടമാണ്. ഇയാളും ബഹളവും സദ്യയും സ്വർണ്ണ മേടിക്കലും കല്യാണ ചെലവും എല്ലാം കൂടി എത്ര കാശാ പൊടിഞ്ഞു തീരുന്നത്. രജിസ്റ്റർ മാരേജ് ആയെങ്കിൽ നമുക്കതിന് ലാഭിക്കും. അതിന് വെച്ച കാശ് കൊണ്ട് ഹണിമൂണും പോവാം. ഹണിമൂൺ നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം. പക്ഷേ ഒരു രജിസ്റ്റർ മാരേജിന് ഞാൻ തയ്യാറല്ല. അത് വേറൊന്നും കൊണ്ടല്ല, എന്റെ മനസ്സിൽ ഒരു സ്വപ്നമുണ്ട്. ശരത്തേട്ടന്റെ കൈ പിടിച്ച് ഞാൻ കതിർമണ്ഡപത്തിലേക്ക് കയറുമ്പോ എന്റെ അമ്മയും അച്ഛനും മുത്തശ്ശിയും എല്ലാവരും ഒപ്പം ഉണ്ടാവണം. അവരുടെ ഒക്കെ അനുഗ്രഹം എനിക്ക് വേണം. ഒരു വിവാഹം കഴിഞ്ഞ് അതിങ്ങനെയായി. ഞാനെങ്കിലും വിവാഹം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണാൻ അവർക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? അവരെ സങ്കടപ്പെടുത്താനൊന്നും എനിക്ക് പറ്റില്ല. ഞാൻ വെറുതെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ആരും സങ്കടപ്പെടുത്തണം. താൻ പറഞ്ഞപ്പോഴാണ് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കാര്യം ഞാൻ ഓർത്തത്. അവർക്കും ഇത്ര ആഗ്രഹമില്ലേ? അതുകൊണ്ട് ഞാൻ എൻ്റെ അഭിപ്രായം പിൻവലിച്ചു. ഒരുപാട് ആളുകളുടെ മുന്നിൽ തൻ്റെ ആഗ്രഹം പോലെ ഒരുപാട് സ്വർണ്ണാഭരണങ്ങളൊക്കെ അണിഞ്ഞ് എല്ലാവരുടെ അനുഗ്രഹത്തോടുകൂടി നമുക്ക് വിവാഹം കഴിച്ചാൽ മതി. അവിടെ എല്ലാത്തിനും തടസ്സം തൻ്റെ ഏട്ടത്തി തന്നെ. അവരാ ഇപ്പൊ നമ്മുടെ മുന്നിലെ പ്രശ്നം. ശരത്തേട്ടൻ പറഞ്ഞത് തന്നെയാ പ്രശ്നം. പക്ഷേ അത് മാറ്റാൻ എന്താ ഒരു വഴി? ഒരു വഴിയുണ്ട്. നിന്റെ ഏട്ടത്തി പറയുന്നത് അമ്മയും അച്ഛനും വിശ്വസിക്കാതിരിക്കണം. അവരുടെ മുന്നിൽ നിന്റെ ഏട്ടത്തിക്ക് ഒരു ബാഡ് ഇമേജ് ഉണ്ടാവണം എന്ന് പറഞ്ഞ നിന്റെ ഏട്ടത്തി ഒരു മോശക്കാരിയാണെന്ന് നിന്റെ അച്ഛനും അമ്മയും വിശ്വസിക്കണം. അതെങ്ങനെ? കുറച്ച് പ്രയാസമാണ്, പക്ഷെ സാധിക്കും. കൃത്യമായ പ്ലാനിങ്ങും ആസൂത്രണം ഉണ്ടെങ്കിലും നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ അവരുടെ ഇമേജ് തകർക്കാം. എന്റെ തലയിൽ ഇങ്ങനെയുള്ള കുബുദ്ധിയൊന്നും വരില്ല. ശരത്തേട്ടൻ തന്നെ ഒരു പ്ലാൻ ഉണ്ടാക്കും. എന്റെ കയ്യിൽ ഒരു പ്ലാൻ ഉണ്ട്, പക്ഷേ നീ എന്റെ കൂടെ നിൽക്കണം. അത് പിന്നെ പ്രത്യേകിച്ച് പറയണോ? ഞാൻ കട്ടയ്ക്ക് കൂടെ നിൽക്കും. നമ്മുടെ ജീവിതമല്ലേ. അപ്പോ എന്റെ വീട്ടുകാരെ വിളിച്ചോണ്ട് വരുന്നത് അതിനുശേഷം മതിയല്ലേ? അതൊക്കെ ശരത്തേട്ടന്റെ ഇഷ്ടം പോലെ. എന്തായാലും വിവാഹം ഉടനെ നടത്തിയേ പറ്റൂ. എനിക്കത്രേ പറയാനുള്ളൂ. എങ്കിൽ ഇന്നു മുതൽ നിന്റെ ഏട്ടത്തിക്കെതിരെയുള്ള ഡീഗ്രേഡിംഗ് നമ്മൾ ഇന്ന് തുടങ്ങും. പോരെ? എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവൻ വന്നിരിക്കുന്നത്. അവനെ സൂക്ഷിക്കണം. അവന്റെ ഒരു ഭീഷണിക്ക് മുന്നിലും തോറ്റു കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത്രയും കാലം അവൻ നിന്നെ തേടി വരാതിരുന്നതും ഇപ്പൊ വന്നതും കൃത്യമായ ഒരു ലക്ഷ്യത്തോടെയാണ്. അതവൻ എന്നോട് പറയുകയും ചെയ്തു. എന്താ അവൻ പറഞ്ഞത്? അവന്റെ ലക്ഷ്യം എന്താ? നിന്റെ കുടുംബജീവിതം തകർക്കുക എന്നുള്ളത് മാത്രമല്ല അവന്റെ ലക്ഷ്യം. നമ്മുടെ സമ്പത്ത് മുഴുവൻ തട്ടിയെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി അവനുണ്ടെങ്കിലോ? അങ്ങനെ അവൻ പറഞ്ഞോ? അവൻ പറഞ്ഞതിന്റെ സൂചനകൾ വെച്ച് നോക്കുമ്പോൾ ലക്ഷ്യം അത് തന്നെയാണ്. അവൻ എന്നോട് ആവശ്യപ്പെട്ടത് നമ്മുടെ ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റലോ? നമ്മുടെ ഹോസ്പിറ്റൽ അവന്റെ മോഹമാണ് പോലും. അവൻ ആരാണെന്ന് ഇപ്പോഴും നിരഞ്ജൻ അറിയില്ല. അഥവാ അവൻ അറിയാൻ ഇടവന്നാൽ പിന്നെ എന്താണ് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. എന്ത് സംഭവിച്ചാലും എനിക്കൊന്നുമില്ല. ഞാൻ അതിനെക്കുറിച്ചൊന്നും ബോധേഡല്ല. പക്ഷെ ആശുപത്രി ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അത് എനിക്ക് വേണം.
അതിനുവേണ്ടി എന്ത് ചെയ്യാനും ഞാൻ മടിക്കില്ല.